മോഡലാണ്, നേക്കിഡ് വെർഷനിലാണ് വരുന്നത്. നമുക്ക് ഈ ഒരു മോഡല് ജെൻ 3 മോഡലായിട്ടാണ് നമുക്ക് ഒരു BS3യുടെ സൗണ്ട് തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. കാരണം ജസ്റ്റ് സെറാമിക് ബ്രേക്ക് പാഡ്സ് ആണ് വരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇതിലിപ്പോൾ ഫുള്ള് നമുക്ക് സെൻസർ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതിലും വീട്ടിൽ വണ്ടിപ്രാന്തയുടെ ഇഷ്ടവാഹനമായി KTM ഷോറൂമിൽ നമ്മളിപ്പോൾ ഉള്ളത്. പുതിയ KTM 390 സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ജസ്റ്റ് കണ്ടിട്ട് വരാം. പലർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ നമ്മുടെ ഷോറൂമിന്റെ മാനേജറാണ് വിളിച്ചാണ്, പേര് അജിത്. അപ്പൊ ഇത് മോഡൽ ഇത് 390 മോഡലാണ്, നേക്കിഡ് വെർഷനിലാണ് വരുന്നത്. നമുക്ക് ഈ ഒരു മോഡല് ജെൻ 3 മോഡലായിട്ടാണ് നമുക്ക് പറയുന്നത്. അതെന്താ വെച്ചാൽ പുതിയ മോഡൽ വന്നതാണ്, 24 മോഡലാണ് വരുന്നത്. നമുക്ക് ഇതിൽ A to Z എല്ലാ കാര്യങ്ങളും മാറ്റം വന്നിട്ടുണ്ട്. പുതിയ ഫുള്ള് ഒരു 790 സീരീസ് പോലെയാണ് ഒരു ലുക്ക് വരുന്ന വണ്ടി. പിന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സിൽ ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ഫ്രണ്ടിൽ നമുക്ക് വേറെ പറയാന്ന് വെച്ചാൽ ഫ്രണ്ട് ഡിസ്ക് മുതൽ ബാക്ക് ഡിസ്ക് വരെ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കിയാൽ എന്തൊക്കെ മാറ്റം ഫ്രണ്ടില് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മള് ഫ്രണ്ടിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കിൽ സ്റ്റാർട്ട് ആയത്. ഈ ഡിസ്ക് മാറിയിട്ടുണ്ട്, നമുക്ക് പുതിയ ഡിസ്ക് ആണ്. ഇതിൽ സൈസിൽ മാറ്റം വന്നിട്ടുണ്ട്. 330 ആണ് ഇതിൽ ഫ്രണ്ട് ഡിസ്ക് വരുന്നത് പിന്നെ ബാക്ക് സൈഡ് വരുന്നത് 240 ആണ് ഡിസ്ക് വരുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ നമുക്ക് ഫ്രണ്ട് ഫോർക്ക് വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ്. ഇത് 5 o'clock നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആക്ച്വലി നല്ല മാറ്റം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഫ്രണ്ടിൽ വരുന്നത് പിന്നെ ഒരു DRL-ആണ് വരുന്നത് 2 സൈഡില്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ള ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ. ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഹെഡ്ലൈറ്റ് കത്തി തന്നെ നിൽക്കും. പിന്നെ ഡ്യൂക്കില് നമുക്ക് കളർ വേരിയന്റ് ആകെ 2 കളർ വരുന്നുള്ളൂ. അത് ഒന്ന് ബ്ലൂ, പിന്നെ ഇതിൽ തന്നെ ഓറഞ്ച് ഒരു കളറുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലെ ബ്ലൂവില് ഓറഞ്ച് വരും, ബാക്കി മാറ്റമാണ് പുതിയ സ്ക്രീൻ വന്നത്. അതെ, ഇത് TFT ഡിസ്പ്ലേ നമുക്ക് പുതിയത് വന്നതാണ്. ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഈ ഒരു മോഡലാണ് വരുന്നത്. ഒരുപാട് കണക്ടിവിറ്റി വരുന്നുണ്ടോ? ഒരുപാട് ഫീച്ചേഴ്സ് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇതിലിപ്പോൾ ഫുള്ള് നമുക്ക് സെൻസർ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ മീറ്ററിൽ വാണിംഗ് ആയിട്ട് തന്നെ കാണിക്കും. പിന്നെ ഇതിൽ തന്നെ കൺട്രോളിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെന്ന് മോട്ടോർ സൈക്കിൾ റൈഡിംഗ് മോഡ്സിൽ തന്നെ നമുക്ക് 3 മോഡാണ് വന്നത്. അതിൽ സ്ട്രീറ്റ്, റൈന്, ട്രാക്ക്, ഈ 3 മോഡും വരുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുകയാണെന്ന് വെച്ചാൽ ABS ആണ്. ഈ ABSൽ റോഡ് അറിയുമ്പോൾ നമുക്ക് ഡ്യുവൽ ചാനൽ ABS ആയിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് സൂപ്പർ മോട്ടോ എന്ന് പറയുമ്പോൾ റിയർ ABS ആയ ബാക്ക് സൈഡ് ABS നമുക്ക് ഓഫ് ആക്കിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. പിന്നെ ഇതിൽ MTC എന്ന് പറയുന്നത് ട്രാക്ഷൻ കൺട്രോളാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൽ തന്നെ പിന്നെ കണക്ടിവിറ്റി ആണ് ഉള്ളത്. ഇത് ബൈക്ക് ഇൻഫോ ആണ്. പിന്നെ നമുക്ക് ട്രിപ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഈ ഒരു സ്പീഡ് കൺട്രോൾ വരുന്നുണ്ട്. ഇതിൽ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിത സ്പീഡിൽ നമുക്ക് കൺട്രോൾ പോലെ തന്നെ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിൽ കണക്ടിവിറ്റിയിൽ സെറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്നാണ് ഫേവറേറ്റിൽ വരുന്നത്. ഓക്കെ. പിന്നെ സെലക്ടറിൽ അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ കണക്ടിവിറ്റിയിലാണ് നമുക്ക് ബ്ലൂടൂത്ത് വരുന്നത്. അതിൽ തന്നെ ഫോൺ പെയറിങ് വരുന്നുണ്ട്, ഹെഡ്സെറ്റ് പെയറിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത്രയും അതിലങ്ങനെ കാണിക്കും. ഫോൺ പെയർ കാണിക്കുന്നുണ്ട്, ഹെഡ്സെറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഇതിൽ തന്നെ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മോഡലിൽ 7000 RPM നമുക്കിത് ക്ലച്ച് പിടിക്കാൻ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. അതിനാണ് ഒരു അതിലാണ് നമുക്ക് ഈ ക്വിക്ക് ഷിഫ്റ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇതിൽ തന്നെ ഓണും ഓഫും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷിഫ്റ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ കളർ ചേഞ്ച് ചെയ്യണം. നമുക്ക് RPM കളർ ചേഞ്ച് ചെയ്യും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ TFT ഈ ഒരു മീറ്ററിൽ നമുക്ക് കാണുന്നത്. പിന്നെ ഈ ഒരു സ്വിച്ചബിൾ ആണ് ഇതിൽ മാറിയത്. ഇതിൽ തന്നെ 4th ഹസാർഡ് ഇൻഡിക്കേറ്ററും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ബാക്ക് സൈഡ് സെലക്ട് ചെയ്യാൻ മേലോട്ടും താഴോട്ടും അതെ പുതിയ സ്വിച്ചുകളാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ ഈ വരികയാണ്. മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മോഡലിലേക്ക് വരാൻ ചില ക്വിക്ക് സ്വിച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ സെൽഫും ഉണ്ട്. പിന്നെ ഇത് E20 ആണ്.
എത്ര വെയിറ്റിംഗ് പീരീഡ് എത്ര ദിവസം പറയുന്നത്? വെയിറ്റിംഗ് പീരീഡ് നമുക്ക് 1 ഡേ കൊണ്ട് വണ്ടി മോർണിംഗ് പേയ്മെന്റ് അടിച്ചാൽ ഈവനിങ് തന്നെ നമുക്ക് ഫാൻസി നമ്പർ ആണെങ്കിൽ കൊടുക്കാൻ പറ്റും. ഒരു ഡൗൺ പേയ്മെന്റ് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമുക്ക് 390 നല്ലൊരു സിബിൽ സ്കോറും കാര്യങ്ങളുള്ള ഒരാൾ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു 80-70 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. നല്ല സിബിൽ സ്കോർ നമുക്ക് ഒരു 700+ മേലെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 60-70 ആ റേഞ്ചിലും. എക്സോസ്റ്റ് നോട്ട് നല്ലൊരു സൗണ്ടായി മാറിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം പറയുകയാണെന്ന് വെച്ചാൽ ഒരു BS3യുടെ സൗണ്ട് തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ആയിട്ട് തന്നെ വരുന്നത്. ബാക്ക് സൈഡ് സസ്പെൻഷൻ നമുക്ക് ഓഫ് സൈഡ് ആയിട്ടാണ് വരുന്നത്. സൈഡിലാണ് നമുക്ക് സസ്പെൻഷൻ ഓഫ് സൈഡ് ആയിട്ടാണ്. WPRPXന്റെ സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ബാക്ക് വരുന്നത്. പിന്നെ അടുത്തത് പറയുകയാണെന്ന് വെച്ചാൽ അണ്ടർബെല്ലി എക്സോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു എക്സോസ്റ്റ് നല്ലൊരു എക്സോസ്റ്റ് സൗണ്ട് അടിപൊളി നല്ലൊരു സൗണ്ട് ആയിട്ട് മാറിയിട്ട് ഒരു BS3 പുതിയ സൗണ്ട് വന്നു. പിന്നെ ഇതിൽ സിംഗാമ് വരുന്നത് ബനാന സിംഗാമാണ്. ഒന്നുകൂടി വെയിറ്റ്ലെസ് ആണ്. പുതിയ സിംഗാമാണ് നമുക്ക് വരുന്നത്. പിന്നെ ബാക്കിന്റെ ബ്രേക്ക് ABS നമുക്ക് ഈ ഒരു ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ 240 mm ആണ് ഡിസ്ക് സൈസ് വരുന്നത്. പിന്നെ നമുക്ക് സെറാമിക് ബ്രേക്ക് പാഡ്സ് ആണ് വരുന്നത്. ഒന്നുകൂടി ബ്രേക്കിംഗ് ഒക്കെ നമുക്ക് പക്ക ആക്കിയിട്ടുണ്ട്. സീറ്റ് നല്ല കംഫർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡ് ടൈല് നോക്കുകയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ടൈൽ തന്നെയാണ് വരുന്നത്. പിന്നെ ബ്രേക്ക് ലൈറ്റ് ആണെങ്കിലും പക്കയാണ്. എല്ലാം മാറി. നമുക്ക് ജെൻ3 മോഡൽ വന്നോടെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നല്ലൊരു അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് വണ്ടി ഓടിക്കാൻ. അടിപൊളി നല്ല റൈഡിങ് കംഫർട്ട് തന്നെയാണ് അവർ കൊടുക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു സീറ്റ് ഹൈറ്റ് ആണ്. ഈ സീറ്റ് ഹൈറ്റിൽ പറയുന്നത് വെച്ചാൽ 800 mm ആയിട്ടുണ്ട് സീറ്റ് ഹൈറ്റ് കുറഞ്ഞു. അപ്പൊ അത്യാവശ്യം എല്ലാവർക്കും കംഫർട്ട് ആണ്. വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടി നല്ല കംഫർട്ട് ആയിട്ട് തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട്, യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഷോറൂം ലൊക്കേഷൻ നമുക്ക് തിരൂര് KTM ആണ്. താഴെപ്പാലം നമുക്ക് തിരൂര് താന്നൂർ റോഡിലാണ് നമ്മുടെ ഷോറൂം വരുന്നത്. താഴെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം കസ്റ്റമറിനെ ട്രീറ്റ് ചെയ്തിട്ട് തന്നെ ഡെലിവറി വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ പക്കയായിട്ടാണ് കൊടുക്കുക. കൂടുതൽ ഡീറ്റെയിൽസിന് ഇവരെ കോൺടാക്ട് ചെയ്യും. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്.